ഇന്ന് മാർച്ച് 13 ഈ ആഴ്ച OTT റിലീസ് ചെയ്യുന്ന സിനിമകളുടെ ഉൾപ്പെടെ 9 OTT അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ആദ്യത്തേത് ഈ ആഴ്ചയിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട ഇന്ത്യൻ OTT റിലീസ് ചിത്രം തെലുഗു പാൻ ഇന്ത്യൻ സിനിമ ഏജന്റ് അപ്ഡേറ്റ് ആണ്. സിനിമ ഇന്ന് മാർച്ച് 13 തീയതി വൈകിട്ട് 5 മണിയോടെ OTT റിലീസ് ആക്കപ്പെട്ടിരിക്കുകയാണ്. സോണി ലിവിലൂടെ തിയേറ്ററുകളിലെ വൻ ദുരന്തമായ മമ്മൂട്ടി അഖിൽ അക്നേനി ചിത്രം ഇപ്പോൾ പ്രേക്ഷകർക്ക് മലയാളം, തെലുഗു, തമിഴ്, കന്നഡ ഭാഷകളിൽ കാണാവുന്നതാണ്. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയൂ. അടുത്തത് ദി വീൽ ഓഫ് ടൈം എന്ന ആമസോൺ പ്രൈമിന്റെ സീരീസിന്റെ ഏറ്റവും പുതിയ സീസൺ അപ്ഡേറ്റ് ആണ്. ഇന്ന് ആമസോൺ പ്രൈമിലൂടെ സീരീസ് OTT റിലീസ് ആക്കപ്പെട്ടിരിക്കുകയാണ്. ഹിന്ദിയിൽ നിന്നും ഒന്നിലധികം സിനിമകൾ ഈ ആഴ്ച OTT റിലീസ് ചെയ്യുന്നു. അതിലൊന്ന് വനവാസ് എന്ന നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഹിന്ദി സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ മാർച്ച് 14 തീയതി C5 ഹിന്ദി ഭാഷയിൽ മാത്രം സിനിമ OTT റിലീസ് ആകുന്നതാണ്. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഡിസാസ്റ്ററായി മാറിയ അജയ് ദേവഗൺ കാമിയോ റോളിലെത്തിയ ഒരു അപ്ഡേറ്റഡ് സ്റ്റോറി എന്നൊരു അഭിപ്രായം കൂടി നേടിയെടുത്ത ആസാദ് എന്ന സിനിമ കൂടി ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ആകുന്നതാണ്. ആമസോൺ പ്രൈമിലൂടെ ഈ ആഴ്ച ഒരു ഡയറക്റ്റ് OTT സിനിമ OTT റിലീസ് ആകുന്നു. അഭിഷേക് ബച്ചൻ നായകനെ എത്തിയ ബി ഹാപ്പി എന്ന സിനിമയാണ് മാർച്ച് 14 തീയതി OTT റിലീസ് ആകുന്നത്. മലയാളത്തിൽ നിന്നും നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തി ഈ ആഴ്ച OTT റിലീസ് ചെയ്യുമെന്ന് നേരത്തെ മനോരമ മാക്സ് പ്രഖ്യാപിച്ച സിനിമയാണല്ലോ ഒരു ജാതി ജാതകം. വിനീത് ശ്രീനിവാസൻ നായകനെ എത്തിയ സിനിമ ആമസോൺ പ്രൈം, മനോരമ മാക്സ്, സൈനാപ്ലേ, സൺനെസ്റ്റ്, ഒപ്പം തന്നെ സിംപ്ലി സൗത്ത് തുടങ്ങിയ ഒട്ടനേകം OTT പ്ലാറ്റ്ഫോമുകളിൽ മാർച്ച് 14 റിലീസ് ചെയ്യുമെന്നായിരുന്നു നേരത്തെ വന്ന ഒഫീഷ്യൽ പ്രഖ്യാപനം. എന്നാൽ ഇപ്പോഴത്തെ മനോരമ മാക്സ് സിനിമയുടെ റിലീസ് തീയതി പോസ്റ്റർ പിൻവലിച്ചിരിക്കുകയാണ്. മറ്റു OTT പ്ലാറ്റ്ഫോമുകളിൽ നാളെ സിനിമ ലഭ്യമാകുമോ എന്നാണ് ഇനി നാം ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കാം. OTT റിലീസ് ചെയ്യുകയാണെങ്കിൽ ആ അപ്ഡേറ്റിനായിട്ട് 2K ലവ് സ്റ്റോറി നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു തമിഴ് റൊമാൻറ്റിക് എന്റർടൈനർ സിനിമയാണ്. ചിത്രവും ഈ ആഴ്ച OTT റിലീസ് ആകുകയാണ്. മാർച്ച് 14 തീയതി തെൻകോട്ട, ഒപ്പം തന്നെ ആമസോൺ പ്രൈം, തമിഴ് തുടങ്ങിയ OTT പ്ലാറ്റ്ഫോമുകളിൽ സിനിമ റിലീസ് ആകുന്നതാണ്. കാതൽ 80 പോതുടമൈ എന്നൊരു സിനിമ കൂടി ഈ ആഴ്ച OTT റിലീസ് ആകുന്നു. മലയാളത്തിൽ നിന്നുൾപ്പെടെ അഭിനേതാക്കൾ ഭാഗമായ സിനിമ ഈ ആഴ്ച മാർച്ച് 14 തീയതി തെൻകോട്ടയിൽ റിലീസ് ആകുന്നതാണ്. ഈ ആഴ്ച മലയാളത്തിൽ നിന്നും OTT റിലീസിനൊരുങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സിനിമ അത് പൊന്മാൻ എന്ന സിനിമയാണ്. ബേസിൽ നായകനെ എത്തിയ നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ OTT റിലീസ് ആകുന്നതാണ്. പാൻ ഇന്ത്യൻ ഭാഷകളിൽ പൊന്മാൻ OTT റിലീസ് ആകുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ സിനിമകൾക്കായിട്ടും ഇനി നാളെ വരാനിരിക്കുന്ന മറ്റ് സർപ്രൈസ് റിലീസ് അപ്ഡേറ്റുകൾക്കൊക്കെ ആയിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.